ഇത്തവണത്തെ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറുമെന്നാണ് നമുക്ക് മീഡിയാസ് ഒക്കെ നോക്കുമ്പോൾ കാണുന്നത്. രീതിയിൽ ക്യാമ്പയിൻ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടിയ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഇതിൽ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തത് LDF തന്നെ. ഒരു കറുത്ത കുതിരകളാവാൻ സാധ്യതയുള്ളത് CPM അല്ലെങ്കിൽ LDF തന്നെയാണ്. കേരളത്തിലെ ഇലക്ഷന് മുമ്പുള്ള സാഹചര്യവും അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യവും ഒന്നു തന്നെയാണോ അതോ എന്തെങ്കിലും മാറ്റങ്ങൾ ഒരു ഉണ്ടായിട്ടുണ്ടോ? സ്ഥലത്ത് പോലും അവർ പിണറായി പ്രൊജക്ട് ചെയ്തിട്ടില്ല. എല്ലാ സഭ സ്ഥലത്തും മൊത്തത്തില് ക്രിസ്ത്യൻ സഭ മൊത്തത്തില് ഓപ്പോസിറ്റായി, ജോയ്സ് ജോർജിന് ഓപ്പോസിറ്റ് ആയത് മൂലമാണ് നെക്സ്റ്റ് ഇലക്ഷനിൽ ഡീൻ കുര്യാക്കോസിന്റെ അടുത്ത് തോറ്റുപോയത്. സുരേഷ് ഗോപിക്കെതിരെ നിർത്തി. അത് രണ്ട് പാർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. LDF ഒരു ഒരു കാര്യമുണ്ട്. കാര്യത്തിൽ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. പല സ്ഥലങ്ങളിലും LDF നിർത്തിയ സ്ഥാനാർത്ഥികൾ ശശി തരൂർ തന്നെയായിരിക്കും ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അനിൽ ആന്റണി ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു. CPM വോട്ട് കുറയാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാവുള്ളൂ, അത് കേരള ഗവൺമെന്റിന്റെ പിടിപ്പുകേടായിരിക്കും. അതായത് കേരളത്തിൽ അങ്ങനെ എടുത്തു പറയാൻ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. ആന്റണിക്ക് വോട്ട് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ നമ്മുടെ ഇവിടെയും ആരും BJP പ്രവർത്തകർ വന്നില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ള പറഞ്ഞു. കേരളത്തിലെ ഒരു ട്രെൻഡ് ആയി പറഞ്ഞുകൊണ്ടിരുന്നത് BJP പിടിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളാണ്. ഓക്കെ ഏട്ടാ, നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ഇലക്ഷന് മുമ്പ് കേരളത്തിലെ ട്രെൻഡ് അനുസരിച്ച് LDFനെതിരെയുള്ളൊരു ജനവികാരം നമുക്കിങ്ങനെ വിസിബിൾ ആയിരുന്നെങ്കിലും നമ്മളെ ഡിസ്കഷൻ പോയിന്റ് ഒരുപാട് വ്യതിചലിച്ചു പോകുന്നു. അതെ 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 കാരണം ഈ ഒരു അവിടെ ഇലക്ഷനിലോട്ട് തന്നെ വരാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ഇത്തവണത്തെ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറുമെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചില കേരള മീഡിയാസൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. ദേശീയ മാധ്യമത്തിലും ഏതാണ്ട് അതിൻ്റെ സൂചനകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും അത് തന്നെയാണോ അവസ്ഥ എന്നുള്ളത് നമുക്ക് ജൂൺ 4 പെട്ടി തുറക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ആദ്യത്തെ ചർച്ച കേരളത്തിലെ ഇലക്ഷൻ എങ്ങനെ പോയി, കേരളത്തിലെ ഇലക്ഷന് മുമ്പുള്ള സാഹചര്യവും അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യവും ഒന്നു തന്നെയാണോ അതോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആരൊക്കെ പുതിയ അക്കൗണ്ടുകൾ ആരെങ്കിലുമൊക്കെ തുറക്കുമോ എന്ന് നമ്മുടെ ഒരു വിശകലനം മാത്രമാണിത്. അല്ലാതെ പേഴ്സണലായിട്ട് ഇതൊരു അന്തിമമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം അരുൺ ചേട്ടനെ തന്നെ ചേട്ടൻ എന്താണ് തോന്നുന്നത്? ചേട്ടൻ ഏത് മണ്ഡലമാണ്, എന്താണ് തോന്നുന്നത് കേരളത്തിലെ മൊത്തം സാഹചര്യം ഇലക്ഷന് മുൻപും അതിനുശേഷവും? ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും അറിയുന്ന ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, പന്നിയൻ രവീന്ദ്രൻ. ഇനി നിങ്ങളുടെ ഫസ്റ്റ് എന്തോയിൽ പറഞ്ഞാൽ പ്രിപ്പറേഷന്റെ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കും പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടിയ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അതിൽ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തത് LDF തന്നെയാണ്. കാരണം അവർ ആദ്യമേ കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിച്ചു, വളരെ മുന്നേ തന്നെ ക്യാമ്പയിനിങ് തുടങ്ങി. എനിക്കൊന്ന് ബാക്കി രണ്ട് മുന്നണികളും കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച് ക്യാമ്പയിനിങ് തുടങ്ങുന്ന സമയത്ത് LDF ഒരു സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. ഏറ്റവും കുറച്ച് അഡ്വാൻറ്റേജ് അതിൽ കിട്ടിയത് NDAക്ക് തന്നെയാണ്. ലാസ്റ്റ് മൊമെന്റിലാണ് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പക്ഷെ അവർ ക്യാമ്പയിനിങ്ങിനെ കവർ ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന്റെ ഒരു പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ, ക്യാമ്പയിനിങ് എക്സിക്യൂഷന്റെ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത് LDFന് തന്നെയാണ്. ഇതൊക്കെ വോട്ടായിട്ട് മാറുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്താദ്യം പറഞ്ഞ പോലെ 4 EVM ബോക്സ് തുറക്കുമ്പോഴേ അതിന്റെ ഫൈനൽ റിസൾട്ട് വരുള്ളൂ. ഇനി ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷന് തൊട്ടു മുമ്പ് വരെ LDFനെതിരെ ശക്തമായ ഒരു വികാരം ഉണ്ടായിരുന്നു. ഓക്കെ, നവകേരള സദസ്സിന്റെ ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിൽ ശക്തമായ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ LDFന് അഡ്വാൻറ്റേജ് ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ വരെ UDF ദ സോ കോൾഡ് മൈനോറിറ്റീസിന്റെ സോ കോൾഡ് മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇസ്ലാം മതവിശ്വാസികൾ, അവരുടെ പ്രൊട്ടക്ടേഴ്സ് ആയിട്ട് എപ്പോഴും സ്വയം പ്രൊജക്ട് ചെയ്തിരുന്നത് UDF ആണ്. ഓക്കെ, ഇത്തവണ അത് LDF ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പല മണ്ഡലങ്ങളിലും ഒരു ഡിസൈസീവ് ഫാക്ടറായിട്ട് മാറുന്നത് ഈ ഒരു സോ കോൾഡ് മൈനോറിറ്റീസിന്റെ ഒരു വോട്ട് ഷെയർ ആണ്. ആ ഒരു വോട്ട് ഷെയർ ഇത്തവണ, കഴിഞ്ഞ തവണ അത് UDFന് പോയി, അതിന്റെ ഒരു ക്ലീൻ സ്വീപ്പ് നമ്മൾ കണ്ടതാണ്. ബട്ട് ഇത്തവണ അത് കുറെ മണ്ഡലങ്ങളെങ്കിലും LDFന് മാറിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു UDFന് ഒരു ക്ലീൻ സ്വീപ്പ് കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി എന്റെ മണ്ഡലത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തവണയും ശശി തരൂർ തന്നെയായിരിക്കും ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് കഴിഞ്ഞ തവണത്തെ അത്ര വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് ട്രെൻഡുകൾ അനലൈസ് ചെയ്യാം ചേട്ടാ. വിഷ്ണു ചേട്ടൻ്റെ മണ്ഡലം ഏതായിരുന്നു? എന്താണ് ഇലക്ഷന് മുൻപും അതിന് ശേഷവുമുള്ള ട്രെൻഡ് ചേട്ടൻ അനലൈസ് ചെയ്ത് വെച്ചിട്ട്?
എൻ്റെ മണ്ഡലം ആറ്റിങ്ങലാണ്. ഇപ്പം ഞാൻ ഒരു പരിധി വരെ അരുണിനോട് യോജിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്രാവശ്യം ഒരു കറുത്ത കുതിരകളാവാൻ സാധ്യതയുള്ളത് CPM അല്ലെങ്കിൽ LDF തന്നെയാണ്. അതിനൊരു വലിയൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വലിയൊരു ജനവികാരം LDFിനെതിരായിരുന്നു ഈ എലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ. ഭയങ്കരമായി LDF പ്രതിരോധത്തിലാവുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നായിരുന്നു. പക്ഷേ എലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നപ്പോൾ ലോക്സഭ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി വെസസ് NDA അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിനകത്ത് പോലും UDF LDFിന് എതിരെ പ്രചാരണം ചെയ്യുകയോ അല്ലെങ്കിൽ LDFിനെ പ്രതിരോധിക്കുകയോ ചെയ്യുന്നതിന് പകരം കൂടുതലും അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് NDAക്കാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് LDFിനും NDAക്കും ഗുണകരമായി മാറുകയാണ് ചെയ്തത് ഞാൻ പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, LDF ഈ കൂടുതലായും ഈ പറയുന്ന BJPയെ പ്രതിരോധിക്കുന്നതിലൂടെ സംഭവിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ, LDFിൻ്റെ ഒരുപാട് ന്യൂനതകൾ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പോയി. മാത്രമല്ല, ഒരു കാര്യത്തിൽ സമ്മതിച്ചേ പറ്റത്തുള്ളൂ, പല സ്ഥലങ്ങളിലും LDF നിർത്തിയ സ്ഥാനാർത്ഥികൾ ഭയങ്കരമായ എന്താ പറയുക ജനവികാരം അല്ലെങ്കിൽ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ അവർ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ വളരെ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം പന്നിൻ രവീന്ദ്രൻ ഇപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു ന്യൂട്രൽ ഉള്ളൊരു വ്യക്തി ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവർ ചിന്തിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പന്നിൻ രവീന്ദ്രനെ കൊണ്ട് ആർക്കും എന്തായാലും ഒരു ദോഷവും വരത്തില്ല, പുള്ളിക്കൊരു ചാൻസ് കൊടുക്കാവുന്നതാണ് എന്നൊരു ചിന്തയിലേക്ക് അവർ വരും. അപ്പോൾ ഇപ്പം തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങൽ ജോയി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക ഭയങ്കരമായി ജനപിന്തുണ ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആലത്തൂർ നിർത്തിയ കക്ഷിയാണെങ്കിലും പാലക്കാട് നിർത്തിയ വ്യക്തിയാണെങ്കിലും ശൈലജ ടീച്ചറാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഈ സ്ഥലത്ത് ഒരു കുറച്ചൊരു വീക്ക് കാൻഡിഡേറ്റ് ആണ്, അതുകൊണ്ട് LDFിന് ഒരു മേൽക്കൈയില്ല. ഇപ്പം നമ്മുടെ മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷിന് എതിരെ പോലും അവർ നിർത്തിയ ഇപ്പം തൃശ്ശൂർ സുരേഷ് ഗോപിക്കെതിരെ നിർത്തിയ സ്ഥാനാർത്ഥി, ഇവരെല്ലാം ഇപ്പം വയനാട് എടുത്താൽ പോലും നമുക്ക് ഒരിക്കലും അവിടെ സ്ഥാനാർത്ഥിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് നിർത്താൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ അവർ നിർത്തി അവർക്കെതിരെ ഉണ്ടാകാമായിരുന്ന ഒരു ജനവികാരം അതിനെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥലത്തെങ്കിലും അവർ ഇപ്പോഴത്തെ കേരള ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആരെങ്കിലും പ്രൊജക്ട് ചെയ്ത് അവർ വോട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ വോട്ട് പിടിച്ചാൽ അവർക്ക് വോട്ട് കിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും അവർ പിണറായിയെ പ്രൊജക്ട് ചെയ്തിട്ടില്ല. എല്ലാ സ്ഥലത്തും അവരവിടെ സ്ഥാനാർത്ഥിയെ മാത്രമാണ് പ്രൊജക്ട് ചെയ്തത്. എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി വേഴ്സസ് അതേഴ്സ് ആയിരുന്നു. അല്ലാതെ ഒരു സ്ഥലത്തും അവർ കേരള ഗവൺമെന്റിന്റെ ഗുണമോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഇത്ര നാൾ ചെയ്ത കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അവർക്ക് വോട്ട് പോകും. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇപ്പൊ ഈ ഇലക്ഷനിൽ കേരളത്തിൽ ഡാർക്ക് ഹോഴ്സസ് ആവാൻ പോകുന്നത് CPM തന്നെ ആയിരിക്കും. CPMന് വോട്ട് കുറയാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാവുള്ളൂ, അത് കേരള ഗവൺമെന്റിന്റെ പിടിപ്പുകേടായിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഒരുപാടൊക്കെ ശ്രമിച്ചാലും ഇത് ഉള്ളിൽ കിടക്കുന്ന ഒരു വലിയ ശതമാനം ആൾക്കാർ കാണും, അവരൊരു പക്ഷേ LDFിനെതിരെ വോട്ട് ചെയ്യാം. എന്നിരുന്നാൽ കൂടിയും ഒരു നിഷ്പക്ഷ ജനങ്ങളുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പോലും നല്ലൊരു ശതമാനം വോട്ട് ഈ LDFിന് കിട്ടും. അതുപോലെ തന്നെ LDFിന്റെ ഒരു മുദ്രാവാക്യം, അതായത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നത് ഭയങ്കരമായിട്ട്, അത് നമ്മളിപ്പം ഈ LDFിനെ നമ്മൾ പലപ്പോഴും ഈ ഒരു കളിയാക്കുന്ന ലെവലിലോട്ടൊക്കെ പോകുമെങ്കിലും അവർ കൊണ്ടുവരുന്ന ആപ്തവാക്യങ്ങളൊക്കെ ഭയങ്കര ജനപ്രിയമാണ്. LDF വരും, എല്ലാം ശരിയാവും, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ, ഈ തുടങ്ങിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് NDAക്കും ഗുണകരമായി കേട്ടോ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും കൂടെ ഒത്ത് NDAക്കെതിരെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ദ്രവീഡിയൻ മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും റിബൽസ് ആണ്. ഒരാളെതിരെ ഇപ്പൊ നമ്മളിപ്പം നമ്മൾ അറിയാം, നമ്മൾ ബിഗ് ബോസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ബിഗ് ബോസിൽ പോലും നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയൊരു ആൾക്കാർ ഒരാൾക്കെതിരെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ശക്തി ഇല്ലാത്തതിനെതിരെ ഒരു വലിയൊരു ശതമാനം ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ആ ശക്തി ഇല്ലാത്തതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ദ്രവീഡിയൻ മെന്റാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് NDAക്കെതിരെ പറയുമ്പോൾ ആക്ച്വലി അവർ ചെയ്യുന്നത് NDA ആണ് ഒരു എതിരാളി എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ശതമാനം ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം നിഷ്പക്ഷരെങ്കിലും NDAക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ വോട്ട് ശതമാനം വെച്ച് നോക്കുമ്പോൾ NDAക്ക് ഒരു
മുന്നേറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ LDFന് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നഷ്ടപ്പെടാൻ ഉണ്ടാവുന്നത് UDFന് കോൺഗ്രസിന്. മാത്രമായിരിക്കും. യെസ്. ഡെവിനെ, നിന്റെ അവിടെ എങ്ങനെയാണ് സ്ഥിതി? ആരായിരുന്നു, ഏത് മണ്ഡലമാണ്? ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ആസ് യൂഷ്വൽ ക്രിസ്ത്യൻ വോട്ട്സ് ആണ് ഇവിടെ എപ്പോഴും ഒരു വിന്നറിനെ ചൂസ് ചെയ്യുന്നത്. മീൻസ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി രംഗ റിപ്പോർട്ട് മൂലം ഒരു ജോയ്സ് ജോർജ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു. ആ ഒരു റിപ്പോർട്ടിന്റെ ബേസിൽ മാത്രം ജോയ്സ് ജോർജ് വിൻ ചെയ്തതാണ് ഇടുക്കി മണ്ഡലത്തില്. അത് കഴിഞ്ഞിട്ട് പുള്ളി കയറി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കഴിഞ്ഞപ്പോ ക്രിസ്ത്യൻ സഭ മൊത്തത്തില് ഓപ്പോസിറ്റ് ആയി ജോയ്സ് ജോർജിന് ഓപ്പോസിറ്റ് ആയത് മൂലമാണ് നെക്സ്റ്റ് ഇലക്ഷനിൽ ഡീൻ കുര്യാക്കോസിന്റെ അടുത്ത് തോറ്റുപോയത്. വീണ്ടും അവര് തന്നെയാണ്, ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും തന്നെയാണ് വീണ്ടും നിൽക്കുന്നത്. ഓക്കെ. അതിൽ ഇത്തവണ സാധ്യത ഡീൻ കുര്യാക്കോസ് തന്നെയാണ് ജയിക്കത്തുള്ളൂ. വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ എന്തുവാ കേരളത്തില് LDFനെതിരെ ഒരു ജനവികാരം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കേന്ദ്രത്തില് മീൻസ് ഈ ഇലക്ഷൻ MP ഇലക്ഷൻ ഒരു കഴിഞ്ഞ തവണത്തെ പോലെ 1-2 ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാർട്ടീനെ തന്നെ ബാധിക്കുവാണല്ലോ. അവരുടെ സെൻട്രലിലുള്ള പാർട്ടീനെ തന്നെ ബാധിക്കുവാണ്. അല്ല, അപ്പൊ ഇതിപ്പോ അത് വലിയൊരു ആർക്ക് അപ്പൊ കിട്ടിയാലും അവരുടെ ഇന്ത്യ അലയൻസ് തന്നെയാണല്ലോ. അല്ല അതിലല്ലല്ലോ, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്നുണ്ടല്ലോ. പാർട്ടി ചിഹ്നം അതെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയുള്ള അതെ പോരാട്ടമാണെന്നൊക്കെ ഒരു വലിയ പ്രചാരണം അതെ, ഉണ്ടായിരുന്നു. അതിലോട്ട് ആ വരാം ചേട്ടാ. അതെ രാഷ്ട്രീയം. അപ്പൊ അവര് ഏത് രീതിയിൽ വേണമെങ്കിലും രാഷ്ട്രീയം കളിക്കാൻ പറ്റും. കാരണം ഇപ്പൊ നിഷ്പക്ഷരായിട്ടുള്ള വോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ, എന്റെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് കിട്ടിയതെന്ന് പോലും അറിയത്തില്ല. അവരിപ്പോഴും അവരുടെ പുറകെ നിഷ്പക്ഷരായിട്ട് നിൽക്കേണ്ട മനുഷ്യരെന്ന് പറഞ്ഞ് നിഷ്പക്ഷരായിട്ട് നിൽക്കേണ്ടത്. അത് ആളെ നോക്കിയോ അതല്ലെങ്കിൽ മീൻസ് ചെയ്യാൻ പോകുന്ന ചെയ്ത കാര്യങ്ങളോ ഒക്കെ നോക്കിയെടുക്കണം. ഇപ്പോ ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ ചെയ്തുകൊണ്ടിരുന്ന എന്നാണെന്ന് നോക്കിയിട്ട് വീണ്ടും അവർക്ക് തന്നെ ചെയ്യണവരൊക്കെ നിഷ്പക്ഷരായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ നാട്ടിലും നിഷ്പക്ഷരേക്കാൾ കൂടുതല് അത് നിന്റെ പേഴ്സണൽ ഇത്, പക്ഷെ അവർ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ജനറലായിട്ട് സംസാരിച്ചു നോക്കാം. ജനറൽ അല്ല, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞത്. നിഷ്പക്ഷരെന്നൊക്കെ പറയുമ്പോ എനിക്കറിയത്തില്ല ഇവരൊക്കെ എന്താണ് കാണിക്കുന്നതൊക്കെ. അല്ല, പക്ഷെ അത് ഡെയിനെ ഏതൊരു ഇലക്ഷനിലും എനിക്ക് തോന്നുന്നത് എന്റെ ഒരു റിസൾട്ട് വരുന്നത് ഈ നിഷ്പക്ഷം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പെർസെന്റേജ് ഉണ്ട്. അതെ അവരെങ്ങോട്ട് സ്വിങ് ചെയ്യുന്നോ ആ ഭാഗമാണ് എല്ലാ തവണയും ജയിക്കുന്നത്. നമ്മൾ എല്ലാ പ്രഡിക്ഷൻസും കടത്തി വെട്ടി അല്ലെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ട് റിസൾട്ട് വരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കാരണക്കാരെന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ട് നിൽക്കുന്ന അതൊരു ചെറിയ പെർസെന്റേജ് ആയിരിക്കാം, പക്ഷേ ഇത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, അതായത് എല്ലാ തവണയും ചിഹ്നം നോക്കിയോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയോ അല്ല, വ്യക്തികളെ നോക്കി, റീസൺസ് വ്യക്തികളുടെ നോക്കിയിട്ട്. മെറിറ്റ് നോക്കി അതെ അതെ. വോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പൊ അല്ല, അവരുടെ ഇതില് വോട്ടിലാണ് എല്ലാ പ്രാവശ്യവും. വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം ഈ LDF ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് ഞാൻ എതിരാണ്. കാരണം LDFന് കുറച്ച് പോരായ്മകൾ ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, അവർ ഈ രാഷ്ട്രീയത്തിൽ വന്നാൽ അല്ലെങ്കിൽ അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ധാർഷ്ട്യം, അതുപോലെ തന്നെ ഒരു പക്ഷേ ഉന്നത തലങ്ങളിൽ എടുക്കുന്ന കുറച്ച് നയങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക്, അല്ലെങ്കിൽ നിലപാടുകൾ എപ്പോഴും സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളൊക്കെ ഒരുപക്ഷെ അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കാനോ പ്രേരിപ്പിക്കുമെങ്കിലും വളരെ താഴെ തട്ടിൽ, വളരെ മീൻസ് നമുക്ക് പാവപ്പെട്ടവരെന്ന് പറയാൻ പറ്റുന്ന അവരുടെ ലൈഫിൽ അവർക്കൊരു പെട്ടെന്നൊരു ചേഞ്ചസ്. ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരെപ്പോഴും അവരുടെ കൂടെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ മറ്റു പാർട്ടിക്കാരെ എതിർക്കുന്നതല്ല. ഇപ്പം എന്താ പറയുക, ഇപ്പം RSS, സേവാഭാരതി, ഇവരെല്ലാവരും ആ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവരുടെയൊക്കെ എണ്ണം തമ്മിൽ വളരെ അല്ല, കുറവാണ്. ഇപ്പം ആ ഒരു ചിന്താ ലെവലിൽ ജെറോമിൻ്റെ നമ്മൾ ഒരു കളിയാക്കലൊക്കെ വന്ന ആ പൊതിച്ചോറ് സംഭവമാണെങ്കിൽ പോലും അത് ഭയങ്കര എഫക്റ്റീവായിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, അവർ അതൊക്കെ ചെയ്യുന്നുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പം പല പല സ്ഥലത്തും ഈ നമ്മളിപ്പം അധികാരം കിട്ടുമ്പോൾ അധികാരത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു ആൾക്കാരാണ് അവർ. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അവരുടെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും പല കാര്യങ്ങൾക്കും എതിരെ പ്രതികരിക്കാൻ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം കാണുന്ന സമയത്ത്, ഞാൻ പറയുന്നത് വളരെ ലോക്കൽ ലെവലിലാണ് കേട്ടോ, പെട്ടെന്ന് ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പ്രതികരിക്കാൻ തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വേണം. അപ്പൊ അത് ചേട്ടാ, എന്തായാലും നമുക്ക് ഒരു കോമൺ പീപ്പിൾ ആയിട്ട് നിൽക്കുമ്പോ നമുക്കിപ്പോ പുറത്തിറങ്ങി അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ നമുക്ക് പറയാൻ?
നമുക്ക് ഈ പിണറായി പോലീസ് നമ്മളെ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റും നമുക്ക്. നമുക്ക് അതാണ് നമുക്കൊരു ഒരു കോമൺ ആയിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെങ്കിൽ അത് കേരളത്തിലാണെങ്കിലും മറ്റ് രാഷ്ട്രങ്ങളിലാണെങ്കിലും മറ്റ് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിലും നമുക്ക് ഒരു പ്രോപ്പർ അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമ്മുടെ കൂടെ ആൾക്കാർ വേണം. ഇല്ലാതെ ഒരു സ്ഥലത്ത് നിനക്ക് ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കാണത്തില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിനക്ക് നീ പറയുന്ന സംഭവത്തിനെ പിന്താങ്ങുന്ന നിന്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയ ജനസമൂഹം നിനക്കുണ്ട് എങ്കിൽ നിനക്ക് എവിടെയും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ മാത്രമേ നീ പറയുന്ന അഭിപ്രായങ്ങൾ ഒരു പക്ഷെ ഉന്നത തലത്തിൽ മീൻസ് എന്താ പറയുക അവർ കേൾക്കത്തുള്ളൂ. അല്ലാതെ നീ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ അത് ഏത് കാലഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാലും നീ നോക്കിയാൽ മതി, നിന്റെ അഭിപ്രായത്തിനെ പിന്താങ്ങുന്ന ആൾക്കാരില്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലായിരുന്നാലും നിന്റെ അഭിപ്രായത്തിനെ അടിച്ച് ഒതുക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ നിന്റെ അഭിപ്രായങ്ങൾ അടിച്ചു ഒതുക്കപ്പെടുമ്പോൾ ആർക്കെങ്കിലും തോന്നുകയാണ് ഇവൻ പറയുന്ന അഭിപ്രായത്തിൽ കാമ്പുണ്ട് അല്ലെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സമൂഹം നിനക്ക് പിറകിൽ അണിനിരുന്നാൽ മാത്രമേ നിന്റെ അഭിപ്രായത്തിനോട് വിലയുള്ളൂ. മനസ്സിലായല്ലോ? അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. അപ്പൊ അത് പിണറായി സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ സർക്കാരുകളും. ഇനിയിപ്പം നീ കരുണാകരൻ സർക്കാരിനെ കുറിച്ച് എന്താ പറയുന്നത് അങ്ങനെയാണെങ്കിൽ? നീ പിണറായി ഒരു ഞാൻ നമ്മളെ ഡിസ്കഷൻ പോയിന്റ് ടോപ്പിക്ക് ഒരുപാട് അതെ വ്യതിചലിച്ചു പോകുന്നു. അതെ 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 കാരണം ഈ ഒരു അവിടെ വിഷ്ണു ഇപ്പം എലക്ഷൻ തുടങ്ങി വെച്ച ഒരു ഇലക്ഷനിലോട്ട് തന്നെ ടോപ്പിക് വരാം. ഇപ്പം അല്ല, വിഷ്ണു ഇപ്പൊ എൻ്റെ പറഞ്ഞു വെച്ച ടോപ്പിക് നോക്കുകയാണെങ്കിൽ ഇറ്റ് വൈഡർ അതെ റേഞ്ച് ഓഫ് ഡിസ്കഷനെ പറ്റിയ ഒരു സാധനമാണ്. യെസ് അത് യെസ് ഈ യെസ് ഒരു യെസ് ഇതിൽ ഇപ്പോൾ മൊത്തം പറ്റില്ല, അതുകൊണ്ടാണ്. അതെ അതെ ഓക്കെ. അപ്പം എൻ്റെ മണ്ഡലം പത്തനംതിട്ടയാണ്. അപ്പം ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി, പിന്നെ യു ഡി എഫ് ആൻ്റോ ആൻ്റണി, പിന്നെ ആ, തോമസ് ഐസക്. ഇപ്പം വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ നല്ല സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ബാക്ക് എൻഡിൽ ഇന്ത്യ അലയൻസ് എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ടെങ്കിലും ആ, ഏറ്റവും ആത്യന്തികമായിട്ട് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് അവരുടെ ഈ പറയുന്ന ചിഹ്നം പോയെന്നൊക്കെ പറയുന്ന പോലെ അത് പോവാണ്ടിരിക്കാനും എല്ലാം അവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരാൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫ് പ്രഖ്യാപിച്ചത്. അപ്പം നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇലക്ഷന് മുമ്പേ എൽ ഡി എഫിനെതിരെയുള്ള കുറേ സംസാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇലക്ഷൻ വർക്കും ബാക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൽ ഡി എഫിന് ഒരു മേൽക്കൈ കിട്ടുന്ന പോലെയുള്ളൊരു രീതിയാണ് നമുക്കിവിടെ തോന്നുന്നത്. എന്നാൽ പോലും ഇവിടെ പത്തനംതിട്ടയിൽ നമ്മുടെ ആൻ്റോ ആൻ്റണിക്ക് തന്നെ ആയിരിക്കും ഇവിടെ ചാൻസസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ കുറേ ക്രിസ്ത്യൻ സഭകളും എല്ലാവരും ആൻ്റോ ആൻ്റണിക്ക് ഭയങ്കരമായിട്ടുള്ള സ്വാധീനം, അല്ലെങ്കിൽ ആൻ്റോ ആൻ്റണി ഇപ്പോൾ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്നുള്ള കുറേ ഡിസ്കഷൻസ് ഇവിടെ നടന്നു. അപ്പം ആ ഡിസ്കഷൻ എഫക്റ്റീവായിട്ട് വന്നെങ്കിൽ തോമസ് ഐസക്കിനും അല്ലെങ്കിൽ ആൻ്റോ ആൻ്റണിക്കും തന്നെയാണ് ഇവിടെ ചാൻസ് ഉള്ളത്. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ അനിൽ ആൻ്റണി ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പം പുള്ളിയുടെ സംസാരങ്ങളാണെങ്കിലും ആ നോളജ് ലെവലാണെങ്കിലും പുള്ളിയുടെ ആ ഒരു വീക്ഷണമൊക്കെ ആണെങ്കിലും ഭയങ്കര രസമുള്ളതാണ്. പക്ഷേ ഏറ്റവും അവസാനം ആയപ്പോഴത്തേക്കും മറ്റേ കുറച്ച് ആരോപണങ്ങളൊക്കെ വന്ന് പുള്ളിയെ ഇച്ചിരി തളർത്താൻ വേണ്ടിയിട്ട് നോക്കിയെങ്കിലും പുള്ളി നല്ലപോലെ വോട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ആൻ്റോ ആൻ്റണി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള. അനന്ത പറഞ്ഞ കാര്യത്തിനോട് ചേർന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇപ്രാവശ്യത്തെ കേരളത്തിലെ ഒരു ട്രെൻഡ് ആയി പറഞ്ഞുകൊണ്ടിരുന്നത് BJP പിടിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതെ അതെ അതായത് അതെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ ഒരു പക്ഷേ ജൂൺ 4-ാം തീയതി ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നതും ആ ഒരു സംഭവമായിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും BJP ആ ലെവലിൽ, അല്ലെങ്കിൽ BJP ആക്ച്വലി ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കും? ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല ഇപ്പം രീതിക്ക് എൻ്റെ പേഴ്സണൽ ഇതിൽ ഇവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ ധാരാളം BJP സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ അത്തരത്തിലുള്ള താഴ്ന്ന രീതിയിലുള്ള പ്രചരണം നടന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ ഒരു ക്രിസ്ത്യൻ കൂട്ടുകാരനുണ്ട്, അവൻ ഭയങ്കര BJP സപ്പോർട്ടറാണ്. അപ്പം ഇവൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ നമ്മളൊക്കെ അനിൽ ആൻ്റണിക്ക് വോട്ട് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ നമ്മുടെ ഇവിടെയും ആരും BJP പ്രവർത്തകർ വന്നില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ള പറഞ്ഞു. അപ്പം ചിലർ ഈ പ്രചരണത്തിൻ്റെ ഇതുണ്ട് കേട്ടോ, ഈ പ്രചരണം നല്ല രീതിയിൽ തന്നെ. അതെനിക്ക് തോന്നുന്നു അത് പത്തനംതിട്ടയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെന്ന് അല്ല വെച്ച് ഏട്ടാ, കഴിഞ്ഞാൽ ഇടുക്കിയിലും അതെ.
സെയിം തിരുവനന്തപുരത്തും ആണ്. ആറ്റിങ്ങലും ഒക്കെ ഏകദേശം അത് തന്നെയാണ്. ഇപ്പം എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നുള്ളൊരു വ്യക്തി, പുള്ളിക്കാരൻ ട്രിവാൻഡ്രം മണ്ഡലമാണ്, ക്രിസ്ത്യനാണ്. ഇപ്രാവശ്യം എന്ത് വന്നാലും കഴിഞ്ഞ വർഷം വരെയും ശശി തരൂരിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഇപ്രാവശ്യം എന്തായാലും ഇവിടെ വരും. രാജീവ്. അതായത് എന്താണ്, രാജീവ് ചന്ദ്രശേഖരൻ ഇടും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് മാറി ശശി തരൂരിന് ഇട്ടു. പുള്ളി പറഞ്ഞ റീസൺ ഒറ്റേ ഉള്ളൂ, അതായത് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു സ്ലിപ്പ് പോലും കൊടുത്തില്ല. അതായത് പുള്ളി എന്തായാലും നമുക്ക് വോട്ട് തരത്തില്ല, അതുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ അതെ ഒരു അതെ സ്ലിപ്പ് അതെ, പോലും അങ്ങനെ ഒരു കൊടുക്കാതെ രീതിയിൽ ട്രെൻഡ്. പോയി. അപ്പം അല്ല, അങ്ങനെ അതിലൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഈ ഒരു കാര്യം വിഷ്ണു നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു. ആധികാരികമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയും നാള് BJPയുടെ ഇലക്ഷൻ ക്യാമ്പയിനിങ് ഗ്രൗണ്ട് ലെവൽ വർക്ക് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ പ്രവർത്തകരായിരുന്നു. പക്ഷെ ഇത്തവണ അവര് കുറച്ച് പിന്നോട്ട് നിൽക്കുകയായിരുന്നു. അത് ഈ കാൻഡിഡേറ്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള എതിർപ്പൊന്നുമല്ല, മറിച്ച് RSS ആണ് ഈ ഒരു ഇലക്ഷൻ ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ള ഒരു പ്രതീതി പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഒബ്വിയസ്ലി അറിയാമല്ലോ, ഇപ്പം BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനേക്കാളും സോക്കോൾഡ് മൈനോറിറ്റീസിന് എപ്പോഴും എതിർപ്പ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തോടാണ്. ഓക്കെ, അപ്പോ RSS ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു നെഗറ്റീവ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് അവർ കുറച്ച് പിന്നിലോട്ട് നിന്നതാണ്. ഈ ഒരു ക്യാമ്പയിനിങ്ങിന്റെ ഭാഗത്ത് ഇപ്പൊ സ്ലിപ്പ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബൂത്ത് ലെവലിലുള്ള വിസിറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ പുറകിലോട്ട് പോകാനുള്ള കാര്യം അതാണെന്നാണ് മേ ബി ആയിരിക്കും. അറിയുന്നത്. അത് ആധികാരികമായി ഞാൻ പറയല്ല, പക്ഷെ ബേസ്ഡ് ഓൺ അത് കിട്ടിയ കുറച്ച് ഭയങ്കര ഇൻപുട്സ് ആണ്. നെഗറ്റീവായിട്ട് ബാധിക്കും അതിനെ. അത് കാരണം എന്തെന്ന് വെച്ച് നെഗറ്റീവാണ്. കഴിഞ്ഞാല് ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഒരു ഇപ്പൊ എന്റെ അമ്മയോ, ഇപ്പം ഇപ്പൊ എന്റെ അമ്മയോ എന്റെ വീട്ടിലെ ബാക്കി ആൾക്കാരും ഒക്കെ ഒരു വോട്ട് ഇടണോ വേണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത്, അവരാരും ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയം ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെയിലി അന്ത്യചർച്ചകൾ കാണുന്ന അങ്ങനത്തെ ഒന്നും ആൾക്കാരല്ല. അവര് ബേസിക്കലി ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ ഇന്ന ആൾക്കാർ വന്നു, നമുക്ക് ആ മൊമെന്റിൽ ഇപ്പം അവരെ ഇവർ തന്നെ സാറ്റിസ്ഫൈ പറയും. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്. 3 വട്ടം അവർ വന്നു, സ്ലിപ്പ് തരാൻ ഒരു വട്ടം വന്നു, അല്ലാതെ 2 വട്ടം വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ വീട്ടുകാർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, നമുക്കൊരു ആവശ്യം വന്നാൽ പെട്ടെന്ന് വരുന്നത് ഇവരായിരിക്കും. അല്ലേ? ഒന്ന് അതെ ചിന്തിച്ചു നോക്കും, നമ്മളൊരു വോട്ട് ശരിയാണ്. ഒരാൾക്ക് കൊടുക്കുന്നത് ബേസിക്കലി നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മളെ കൂടെ നിൽക്കാൻ ആരുണ്ട് എന്നുള്ള ചിന്തയിലായിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് 3 വട്ടം ഇവർ കയറി ഇറങ്ങുമ്പോൾ ഒരു വട്ടം പോലും BJP വരാതെ ഇരിക്കുമ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്, നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, നമ്മൾ ഈ പറയുന്ന സ്ഥാനാർത്ഥിയെ മാത്രമല്ല നോക്കുന്ന, ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരായിരിക്കും, നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരോട് പോയി പറയും, ഇതൊക്കെ ഉണ്ട്. കറക്റ്റാണ്. അപ്പം ഈ പറയുന്ന ശരിയാണ്, ആൾക്കാർ ശരിയാണ്. 3 വട്ടം കയറി ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട്ടുകാരിലേക്ക് എന്താണ്, ഇവർക്ക് തന്നെ കൊടുക്കാം. കാരണം നാളെ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ആരോട് പോയി സംസാരിക്കണമെന്ന് നമുക്കറിയാം. അതെ മനസ്സിലായില്ലേ? അപ്പൊ അതൊരു വലിയ സംഭവമാണ്. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപക്ഷെ കിട്ടാവുന്ന വോട്ടുകൾ വലിയൊരു ശതമാനം കുറയുന്നത് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ അതെ, ചെയ്യുന്നത്. ഇപ്പം അല്ല, റെഡി ആയിരുന്നു, പലരും റെഡി ആയിരുന്നു BJPക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഈ പറയുന്ന പോലത്തെ ഇപ്പോഴത്തെ ഒരു മെയിൻ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലീഡർ ഇന്ത്യ അലയൻസിൽ ഇല്ലാത്തത് കൊണ്ടും പിന്നെ എല്ലാ കാരണം കൊണ്ടും ഈ കഴിഞ്ഞ 10 വർഷത്തിലെ ഡെവലപ്മെൻറ്റ് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ സംസാര വിഷയമായപ്പം കുറേ പേര് റെഡി ആയിരുന്നു. അതിനെ പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി BJP ആദ്യമായി മീൻസ് കേരളത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ വെച്ചൊരു ഒരു ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് ഇപ്രാവശ്യം എന്തായാലും BJP തന്നെയാണ് ജയിക്കാൻ പോകുന്നത്, 400 കൂടുതൽ സീറ്റ് കിട്ടും, നരേന്ദ്രമോദി തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഏതൊരു വ്യക്തിയായാലും അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു BJP-കാരൻ ജയിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് യെസ് ചിന്തിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാരുണ്ട്. ഉണ്ട്, യെസ് മനസ്സിലായില്ലേ? അതെ തീർച്ചയായും. അപ്പൊ അങ്ങനെയുള്ളവർ യെസ്. BJP-ക്ക് വോട്ട് ചെയ്യുമായിരുന്നു, പ്രൊവൈഡഡ് ഇവർക്ക് എന്താ പറയാ അതിനൊരു അഷുറൻസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അതായത് ഇതെല്ലാം കേട്ടറിവാണ്, പല ആൾക്കാരുള്ള കേട്ടറിവാണ്. ഇവരായിട്ട് വീട്ടിൽ ചെന്നിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരു അഷുറൻസും സ്ലിപ്പും കൊടുത്ത് പോയി കഴിഞ്ഞാൽ മറിയാൻ സാധ്യത ഉണ്ടായിരുന്ന നല്ലൊരു ശതമാനം വോട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കാര്യത്തിൽ. അവർ ഇവൻ അവരുടെ സംഘടനാ സംവിധാനം മാക്സിമം യൂസ് ചെയ്തു. അതെ. ഇപ്പം അവര് ഇനിയിപ്പം ബാക്ക് ടു ഇലക്ഷൻ്റെ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പം തൃശ്ശൂരിൽ ഇതേ ട്രെൻഡ് തന്നെ ഭയങ്കര രീതിയിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ സുരേഷ് ഗോപിയുടെ ലീഡർഷിപ്പിൽ നല്ല രീതിയിലുള്ള ഇലക്ഷൻ പ്രചരണങ്ങളും അല്ലെങ്കിൽ ഈവൻ ഇപ്പം നമ്മൾ കവർ ചെയ്തില്ല, ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കവർ ചെയ്യാൻ വിട്ടുപോയെന്ന് ഉൾപ്പെടെ തോന്നുന്നവരെല്ലാം കവർ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അവിടെ തന്നെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, മറ്റേ സുരേഷ് ഗോപി കുറച്ച് പേര് എന്താണ് വഴക്ക് പറയുന്ന അതൊരു വിവാദമാക്കി കൊണ്ടുവന്നില്ലേ, മറ്റേ എന്തുകൊണ്ട്
ആളില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതിന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടായോ എന്നുള്ളത് നോക്കേണ്ടതാണ്. എന്താ നിങ്ങൾക്ക് അല്ല അഭിപ്രായം? അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. ഇത്രയും സമയം കിട്ടിയിട്ട് പോലും ഏറ്റവും ലാസ്റ്റ് കാൻഡിഡേറ്റ്സിനെ ഡിസൈഡ്, ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂര് മത്സരിക്കുന്നുള്ള കാര്യം വളരെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പോലും ഇലക്ഷൻ പരിപാടികൾ ഡിലേ. തുടങ്ങിയതൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. ലേറ്റ് ആയിട്ട്. അതൊക്കെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അതെ അല്ല, അതെ. പിന്നെ സുരേഷ് ഗോപിക്കെതിരെ മാത്രം കേരളത്തിൽ നടന്നൊരു ക്യാമ്പയിൻ, അതെനിക്ക് തോന്നുന്നു വേറൊരു രാഷ്ട്രീയക്കാരനെതിരെയും കേരളത്തിൽ നടന്നിട്ടില്ല. ഇപ്പം കൃഷ്ണകുമാറും മറ്റും എല്ലാം ഈ പറയുന്ന എന്താ പറയുക നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിലും സുരേഷ് ഗോപിയെ മാത്രം എന്താ പ്രൊജക്റ്റ് പറയുക ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു ചാനൽ അതിനു വേണ്ടി മാത്രം അവർ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് പ്രൊജക്ട് എന്ന് ഗോപിക്കെതിരെ. പറയുന്നതിനേക്കാളും ടാർഗറ്റ് ചെയ്തു എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ. ടാർഗറ്റ് ചെയ്ത് അല്ല, നടത്തിയ ആ അതാ ഒരു വിന്നിങ് ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിന്നിംഗ് ചാൻസ് ഉണ്ട് എന്നുള്ളതല്ല, സുരേഷ് ഗോപിക്ക് വിന്നിംഗ് ചാൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു റീസൺ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇമേജ് ആണെന്ന് അതെ. മനസ്സിലാക്കിക്കൊണ്ട് ആ ഇമേജ് നഷ്ടപ്പെടുത്തുക. ഇപ്പം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇപ്പൊ സുരേന്ദ്രന്റെ ഇമേജ് കാരണമല്ല സുരേന്ദ്രന് വോട്ട് കിട്ടുന്നത്. സുരേന്ദ്രന് വോട്ട് കിട്ടുന്നത് BJP എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഇത് വെച്ചിട്ടാണ്. പക്ഷെ സംഘടന. അതൊന്നുമല്ല ഈ പറയുന്ന സുരേഷ് ഗോപി. ഇപ്പം കേരളത്തിൽ അങ്ങനെ എടുത്തു പറയാൻ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവം വെച്ചിട്ട് ആൾക്കാർ വോട്ട് കൊടുക്കുന്നത് സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ സത്യസന്ധമായി അല്ല, പറഞ്ഞാൽ വിഷനും സുരേഷ് ഗോപി ലീഡർഷിപ്പും പുള്ളി MP ആയിരുന്നപ്പം നടത്തിയ കുറേ സംഭവങ്ങളെല്ലാം അതിൻ്റെ സപ്പോർട്ടിങ് കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും പിന്നെ ഇവിടെ ആൾക്കാർ അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്കെതിരെ നിർത്തി അത് രണ്ട് പാർട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം അവിടെ ഒരു പാർട്ടിയെങ്കിലും ഒന്ന് ബാക്ക് ഫുട്ടിലേക്ക് പോയിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി വൺ ജയിച്ചേനെ. സൈഡഡ് ആയി പോയെന്നിരുന്നു. പക്ഷേ ഇപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയാൻ വയ്യത്, അതായത് ആറ്റിങ്ങലും തൃശ്ശൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ഇഞ്ചോടിഞ്ച്, അതായത് തൃശ്ശൂര് ചില സമയത്ത് നമുക്ക് തോന്നും സുനിൽകുമാറിനാണ് അപ്പർ ഹാൻഡ് എന്ന്, ചില സമയത്ത് തോന്നും മുരളീധരനാണ്. സെയിം തന്നെയാണ് എന്താണ് ആറ്റിങ്ങലും. ജോയി ആണോ ഈ പറയുന്ന അടൂരാണോ എന്ന് അത് പ്രകാശ്. അറിയാൻ പറ്റാത്ത അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇപ്പം സ്ഥാനാർത്ഥി നിർണയത്തിന്. എനിക്ക് തന്നെ അറിയാം. അതായത് ഇലക്ഷൻ തുടങ്ങുന്നതിന് ഒരു പക്ഷേ ജോയി ആണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് കേട്ടോ, ജോയിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അടൂരാണെന്ന് എല്ലാവർക്കും അറിയാം, മുരളീധരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്താ CPM-ന് ഒരുപാട് പേരുകൾ വന്നായിരുന്നു. ഇവൻ നമ്മുടെ എന്താ പറയുക കടകംപള്ളി സുരേന്ദ്രന്റെ പേര് വന്നായിരുന്നു, റഹീമിന്റെ പേര് വന്നായിരുന്നു, സമ്പത്ത് തന്നെ വീണ്ടും വരും എന്ന് പറഞ്ഞായിരുന്നു, എവിടെയൊക്കെയോ ജോയിയുടെ പേരും പറഞ്ഞായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായ ആൾക്കാർ പറഞ്ഞായിരുന്നു ഇപ്രാവശ്യം ആറ്റിങ്ങിൽ BJP നേടുമെന്ന്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടൂരിനെതിരെ ഒരു വിരുദ്ധ വികാരം ഉണ്ട്. അപ്പം അടൂരിനെതിരെയുള്ള വിരുദ്ധ വികാരങ്ങൾ മൊത്തം, അതുപോലെ തന്നെ CPM-ന് കുറച്ചൊരു എന്താ ലോ പ്രൊഫൈൽ കാൻഡിഡേറ്റും കൂടെ ആണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ഇത് മൊത്തം BJP-ക്ക് മറിയേണ്ട അനുകൂലമായ. വോട്ടുകളാണ്. പക്ഷേ അവിടെയാണ് ജോയി സംഘടനാ തലത്തിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ എന്താ UDF-ന് മറിയേണ്ട കുറേ വോട്ടുകൾ CPM-ന് മറിഞ്ഞിട്ടുണ്ട്. BJP-യിലേക്ക് മറിയാമായിരുന്ന LDF വോട്ടുകളെ പുള്ളി പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഒരേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിനെ വെറുക്കുന്നവരല്ല, പകരം CPM-നെ വെറുക്കുന്ന, അതായത് CPM-ൽ നിന്നും, അതായത് പണ്ട് CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന കുറേ വോട്ടുകൾ ഇപ്രാവശ്യം കോൺഗ്രസിനും BJP-ക്കും വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ഗുണം പറ്റിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺസോളിഡേറ്റ് ചെയ്ത് UDF-നോ കൺസോളിഡേറ്റ് ചെയ്ത് BJP-ക്കോ പോയിട്ടില്ല. അത് സ്പ്ലിറ്റായി BJP-ക്കും പോയിട്ടുണ്ട്, UDF-നും പോയിട്ടുണ്ട്. പകരം CPM-ന്റെ കുറേ വോട്ടുകൾ CPM-ന് തിരിച്ച് റീറ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. UDF-ന്റെ കുറേ വോട്ടുകൾ CPM-ലേക്ക് മറിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ജോയിക്കാണോ ചാൻസ്? ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ചാൻസ് ഞാൻ പറയും, ഇപ്പൊ ഒരു ശതമാനം അപ്പർ ഹാൻഡ് നമുക്ക് എപ്പോഴും ജോയിക്ക് തന്നെ ആയിരിക്കും, എനിക്ക് എൻ്റെ പേഴ്സണലി പറയുന്നത്. പക്ഷേ ജോയിയുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടാക്കട, നെടുമങ്ങാട്, അരുവിക്കര തുടങ്ങിയ കുറേ ഇപ്പം എന്താ കല്ലറ, ഇവിടെയൊക്കെ ഇങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട്. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ജോയി അത്ര പരിചിതനല്ല. ഇപ്പം അരുവിക്കര, കാട്ടാക്കട, ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും ജോയിയെ പറ്റി ആർക്കും വലിയ അറിവില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊതുവെ UDF ആയിരിക്കും കൂടുതൽ വോട്ട് പിടിക്കുന്നത്. പക്ഷെ വർക്കല, കല്ലമ്പലം, വക്കം, ആറ്റിങ്ങൽ, ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു ജോയി മയമായിരിക്കും. പക്ഷെ ഇവിടെ എല്ലാം ഈ എല്ലാ സ്ഥലങ്ങളിലും
ഒരു ശരാശരി വോട്ട് ബി ജെ പിക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ബി ജെ പി പിടിക്കുന്ന, കാരണം കഴിഞ്ഞ വട്ടം ബി ജെ പി പിടിച്ച വോട്ട് ഭൂരിഭാഗവും എൽ ഡി എഫ് വോട്ടുകളായിരുന്നു. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ ഒരു എൽ ഡി എഫ് മണ്ഡലമാണ്, വളരെ പാരമ്പര്യമായിട്ട് എൽ ഡി എഫ് മണ്ഡലമാണ്. അപ്പോൾ ആ എൽ ഡി എഫ് മണ്ഡലത്തിൽ അത്രയും വോട്ട് ബി ജെ പിക്ക് മറിഞ്ഞത് കൊണ്ടാണ്, അതായത് ഏകദേശം 1.5 ലക്ഷം വോട്ട്, ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് മറിഞ്ഞുകൊണ്ട് മാത്രമാണ് സമ്പത്ത് തോറ്റുപോയത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഭവം വരാനുള്ള അപ്പോൾ ഈ സാധ്യതയില്ല. മുരളീധരൻ്റെ ആ ഒരു പ്രസൻസ്, ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിലുള്ള പ്രസൻസ് എങ്ങനെ മുരളീധരൻ അനുകൂലമാവും? അവിടെ ഞാൻ വീണ്ടും പറയുന്നു, വി മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസൻസിനേക്കാൾ ഉപരി അവിടെ ഒരു പക്ഷേ ശോഭ നിന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ വോട്ട് പിടിക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. പക്ഷേ വി മുരളീധരൻ ഒരുപാട് താഴെ പോകത്തുമില്ല, അത് ഞാൻ പറയാം. അത് വി മുരളീധരൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, ഈ പറയുന്ന വോട്ട് സ്പ്ലിറ്റിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കും. അതായത് ഉറപ്പായിട്ടും അടൂരിനെതിരെ ഒരു ആന്റി ഇൻക്യുമെൻസി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ അരുൺചേട്ടൻ വട്ടം എന്തെങ്കിലും ആഡ് അടൂരിന് ചെയ്യാനുണ്ടോ? ആറ്റിങ്ങൽ ആർട്ടിക്കലും എനിക്ക് പേഴ്സണലി മുരളീധരൻ ന്റെ പല സമയത്തെ പ്രസ്താവനകളൊക്കെ വളരെ അപക്വമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് സാധാരണക്കാരുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു പറഞ്ഞതിനോട് യോജിക്കുന്നു. അവിടെ മുരളീധരനെക്കാളും ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ആ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് വോട്ടും കൂടെ ഒരു കാര്യത്തിൽ കിട്ടിയാണ്, ശോഭയ്ക്ക് കിട്ടിയാണ്. അല്ല, പിന്നെ ഈ പറയുന്ന നമ്മളിപ്പോൾ ഇപ്പം ഏതൊരു സ്ഥലം, ഇപ്പം ആലപ്പുഴ, എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള പ്രതീക്ഷ വെച്ചിട്ട് ആലപ്പുഴ എന്തായാലും വോട്ട് കൂടും. കാരണം വേറൊന്നും കണ്ടല്ല, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആൾക്കാരുടെ ഇമോഷനിലേക്ക് കയറി അറ്റാച്ച് ചെയ്യാനുള്ളൊരു കൈൻഡ് ഓഫ് ടാലൻ്റ് ഉണ്ട്. അത് അവരുടെ സംസാരത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും കുറച്ചുകൂടി ഇമോഷണലി അവരൊന്ന് ചെയ്യും. അപ്പം സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഇമോഷണലി ബൈൻഡ് ചെയ്യുന്ന ആൾക്കാരോട് അടുത്ത് നിൽക്കാനൊരു താല്പര്യം കാണും. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന സംഭവം, ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. പുരുഷന്മാരാണ് ഈ പറയുന്ന രീതിയിൽ ഇവിടെ എത്താത്തത്. ഇപ്പം എല്ലാ സ്ഥലത്തും പോളിംഗ് കുറഞ്ഞു എന്ന് പറയുന്നു. ആ പോളിംഗ് കുറഞ്ഞതിൻ്റെ വലിയൊരു ശതമാനം പുരുഷന്മാർ വോട്ടിടാൻ വരാത്തതാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് സ്ത്രീകളുടെ വോട്ട് വെച്ച് നോക്കുകയാണ് എങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു എ ബെറ്റർ കാൻഡിഡേറ്റ് എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് വോട്ട് ഷെയർ ബി ജെ പിക്ക് ആറ്റിങ്ങൽ അപ്പോൾ കുറയുമെന്ന് ആലപ്പുഴ, തോന്നുന്നില്ല. ഇനി ആലപ്പുഴ തന്നെ നോക്കാം. അല്ല ഏട്ടാ, ഞാൻ ആദ്യമേ നമ്മൾ പറഞ്ഞ അതിൽ ഇപ്പൊ ബി ജെ പി ഇവിടെ വർക്ക് ചെയ്തില്ല, അതല്ലെങ്കിൽ കേരളത്തിനെ അവോയ്ഡ് ചെയ്തു, ആ ഒരു രീതിയിൽ പാർട്ടി വോട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞില്ല. പക്ഷെ എല്ലാ സർവേയിലും പറയുന്ന ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല രീതിയിൽ വോട്ടിംഗ് പെർസെന്റേജ് അവർ കൂട്ടുമെന്നാണ് പറയുന്നത്. ഒരിക്കലും കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് ബി ജെ പി കേരളത്തിലെ സർവേ പോലും പറഞ്ഞേക്കുന്നത് അത് ബി ജെ പി വർക്ക് വോട്ടിംഗ് ചെയ്തുകൊണ്ടല്ല. പെർസെന്റേജ് കൂടുമെന്നാണ്. നമുക്ക് അതാണ്, അത് ബി ജെ പി വർക്ക് ചെയ്തുകൊണ്ടല്ല, ബാക്കിയുള്ളവരുടെ മോഡി തന്നെ കയറും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ്. മോഡി തന്നെ കയറും എന്നുള്ളൊരു സംഭവം. അല്ലല്ല, കേറുമെന്നല്ല, അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ആയതുകൊണ്ടായിരിക്കില്ലേ? മേ ബി മോഡിയുടെ ഭരണം സാറ്റിസ്ഫൈഡ്, ബി ജെ പി സർക്കാരിന്റെ ഭരണം സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടുപോയിരിക്കില്ലേ? പറയുന്നത് കേന്ദ്ര സർക്കാർ നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബ്രാൻഡിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ആ ബ്രാൻഡിനെ അംഗീകരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർ ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. അപ്പോൾ ആ ബ്രാൻഡ് വീണ്ടും വരും എന്ന് പറയുന്ന സമയത്ത് ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് വരും. അപ്പോൾ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് എതിർപ്പില്ലാത്തവർ പോലും ചിന്തിക്കുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളിഷൻ ഗവൺമെന്റ് ആണ്, കയറിക്കഴിഞ്ഞാലും ചിലപ്പം എന്താ പറയുക, അത്ര രീതിയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന യാഥാസ്ഥിതികരുണ്ടാവും. അപ്പോൾ അവരും വിചാരിക്കുന്നത് ഇപ്പം ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ പോയില്ലേ, ഇപ്പം മോദി തന്നെ ഒരു 5 വർഷം കൂടെ നോക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അത് എല്ലാ സ്റ്റേറ്റിലും ബി ജെ പിക്ക് ഗുണകരമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിനകത്ത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു നവകേരള യാത്ര നടന്നു. നവകേരള യാത്ര നടന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റിനെ വെറുത്തതിനോടൊപ്പം തന്നെ ആൾക്കാർ ഈ പറയുന്ന കോൺഗ്രസിനെ വെറുത്തു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടി വാങ്ങാനല്ലാതെ ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇവർക്ക് എന്ത് പ്രതിഷേധം ചെയ്യാൻ പറ്റി? ഇപ്പം ഈ അടുത്ത് പ്രശ്നം ഉണ്ടായതുള്ള മറ്റേ 1 ലക്ഷം പേരുടെ സമരം ഉണ്ടല്ലോ. ഞാനൊക്കെ 1 ലക്ഷം പേരുടെ സമരം വന്നപ്പോഴത്തേക്കോ എന്തോ കിടിലം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ആ സമരം ഷൂ എന്ന് പറഞ്ഞ് ഇല്ലാതായപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് നമുക്ക് എൽ ഡി എഫിനോടാണ് ഒരു എതിർപ്പ് തോന്നുന്നത്.
ഓക്കെ ഏട്ടാ, നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ഇലക്ഷന് മുമ്പ് കേരളത്തിലെ ട്രെൻഡ് അനുസരിച്ച് LDFിനെതിരെയുള്ളൊരു ജനവികാരം നമുക്കിങ്ങനെ വിസിബിൾ ആയിരുന്നെങ്കിലും LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അവരുടെ വർക്കൊക്കെ വെച്ചിട്ട് അവർക്ക് ഏതായാലും ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം BJPക്ക് കുറേ പേര് സപ്പോർട്ടായിരുന്നെങ്കിലും BJPയുടെ വർക്ക് അത്രത്തോളം ഇറങ്ങിച്ചെല്ലാത്തത് മൂലം ചിലപ്പോൾ മേ ബി വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിയാലും ജയസാധ്യത 1-2 സീറ്റിൽ ഒതുങ്ങിയേക്കാം. അതിൻ്റെ നമുക്ക് മണ്ഡലതല ചർച്ചകൾ നമുക്ക് അതും സാധ്യത കുറവാണ്. മണ്ഡലതല ചർച്ചകൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് സംസാരിക്കാം. കോൺഗ്രസ് ഇതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വർക്ക് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് മണ്ഡലങ്ങൾ പിടിക്കാനുള്ള ചാൻസസ് കുറവാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാം. എന്തെങ്കിലും ഇതിൻ്റെ അഭിപ്രായം? കറക്റ്റ്, പെർഫെക്റ്റ്. ഓക്കെ 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 അപ്പോൾ ബൈ. ഓക്കെ, ശരി. ബൈ. താങ്ക് യു. താങ്ക് യു.